ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യയുടെ ഫോണിലേക്ക് അച്ഛൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുടെ ആ ഫോൺ ഇപ്പോൾ ശാലിനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഫോൺ നോക്കി പപ്പി അവിടേക്ക് വന്നപ്പോൾ പപ്പിയോട് ശാലിനി ചോദിക്കുന്നുണ്ട്, മോളെ ഇത് ആരുടെ ഫോണാണ്? സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ശബ്ദം മാറ്റി വിളിക്കുന്നത് വിഷ്ണു അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല എന്ന് പപ്പി പറയുന്നുണ്ട്. ഞാൻ തന്നെയാണ് എന്ന് പപ്പി പറയുന്നു. വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ശാലിനി. സത്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ അവൾക്ക് അച്ഛനെ കാണാത്തതിൻ്റെ സങ്കടമാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ സത്യ അച്ഛൻ്റെ ശബ്ദം കേൾക്കാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഫോണിൽ ശബ്ദം മാറ്റുന്ന ആപ്പിലൂടെ വിഷ്ണു അച്ഛൻ്റെ സ്വരത്തിൽ സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് വിളിച്ചത് ഞാനായിരുന്നു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി. സത്യയുടെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, പക്ഷേ അത് ഇത്രത്തോളം സീരിയസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പപ്പി പറയുമ്പോൾ ശാലിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സഹോദരങ്ങളായാൽ ഇങ്ങനെ വേണം. ഒരാളുടെ മനസ്സിൻ്റെ വേദന കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണല്ലോ മറ്റൊരാൾ. അതാണ് രക്തബന്ധം. ഇത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന ഒരേ മനസ്സുള്ള നിങ്ങൾക്ക് മാത്രമേ തോന്നൂ. പപ്പി ശാലിനിയോട് പറയുന്നുണ്ട്, ചേച്ചിയമ്മേ ഞാൻ കാണിച്ചത് വലിയ തെറ്റാണ് അല്ലേ? ശാലിനി പറയുന്നു, മോൾ ആഗ്രഹിച്ചത് സത്യയുടെ സന്തോഷം മാത്രമല്ലേ, അതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും എന്നൊക്കെ ശാലിനി പറയുമ്പോൾ സത്യ വിചാരിച്ച് നിൽക്കുകയാണ്, ഒന്നും കൂടി വിളിച്ച് നോക്കാമെന്ന്. ആദ്യത്തെ തവണ വിളിച്ചപ്പോൾ അച്ഛൻ ഫോൺ എടുത്തില്ല. വീണ്ടും ഫോൺ അടിക്കുമ്പോൾ ശാലിനിയുടെ കയ്യിലാണ് ഫോൺ. പിന്നെയും വിളിക്കുന്നുണ്ട്. ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? പക്ഷേ ശാലിനി ഫോൺ എടുക്കുന്നില്ല. രണ്ട് മക്കളുടെയും ഇടയിൽപ്പെട്ടിങ്ങനെ വിഷമത്തോടെ ശാലിനി ഇരിക്കുന്നു. എന്നാൽ ഇതേ സമയം സുസ്മിത സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യഭാമ കൊടുത്ത സാരിയും ഉടുത്ത് ശാലിനി നിൽക്കുന്നു. ശാരദാമ്മയാണ് ആ സാരി ഉടുക്കാൻ സഹായിക്കുന്നത്. എനിക്കെന്തോ വലം കണ്ട് തുടിക്കുന്നു. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ തോന്നുന്നു. സത്യാമ്മയുടെ ഈ സ്നേഹവും പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ ഒരു ഭയം. നെഞ്ചു കിടന്ന് വെങ്ങുന്നു എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു, ഇതേ ടെൻഷനോട് തന്നെയാണ് അമ്മേ ഞാനും നിൽക്കുന്നത്. ഒരു ഭൂതം നമ്മളെ എല്ലാവരെയും കൂട്ടത്തോടെ വിഴുങ്ങാൻ പാകത്തിന് തയ്യാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. സുസ്മിത അവൾ ഇവിടെ വന്നാൽ ഈ വീട് കീഴ്മേൽ മറിക്കും. ആ സംഭവങ്ങളെല്ലാം ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട്. നമ്മൾ മറച്ചു വെച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളും തെളിവ് സഹിതം അവൾ വിളിച്ച് പറയും. അവൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. എനിക്കിവിടെ തോറ്റുപോകാൻ സാധിക്കില്ല, പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇത്രയൊക്കെ അനുഭവിക്കാൻ നമ്മൾ എന്ത് പാപം അടിച്ചിരുത്. ഒരാളെയും ദ്രോഹിക്കാതെയും ഒരാളുടെയും ശാപവാക്കുകൾ കേൾക്കാതെയുമല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയത്. എന്നിട്ട് എന്താണ് നമുക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി? ശാലിനി പറയുന്നു, അമ്മ പറയാറില്ലേ മുൻജന്മ പാപം, ചിലപ്പോൾ അതായിരിക്കാം. അനുഭവിക്കാൻ നിയോഗമുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ, അനുഭവിക്കാം എന്നൊക്കെ ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം സത്യഭാമയും ശ്യാമയും അവിടേക്ക് വന്നു. പുതിയ സാരി ഉടുത്തപ്പോൾ ആള് കൂടുതൽ സുന്ദരിയായി. ഈ ഫംഗ്ഷന് ശ്യാമയേക്കാൾ സുന്ദരിയായിരിക്കുന്നത് ശാലിനി തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. സന്തോഷത്തോടെ ശ്യാമയും ഇരിക്കുന്നു. ശ്യാമ നിന്റെ കുഞ്ഞേച്ചിക്ക് എന്തെങ്കിലും കുറവ് തോന്നിക്കുന്നുണ്ടോ എന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. ശ്യാമയാണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നോട്ടത്തിലില്ലെന്ന് പറയുന്നു. എന്തെങ്കിലും ഒരു കുറവ് എന്ന് വീണ്ടും സത്യഭാമ എടുത്ത് ചോദിക്കുന്നു. ഇല്ലെന്ന് ശ്യാമ, പക്ഷേ എനിക്ക് തോന്നിക്കുന്നുണ്ടെന്ന് ഭാമ പറയുന്നു. ചില സമയത്ത് സത്യമ്മ ഇങ്ങനെയാണ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലെന്നൊക്കെ ശ്യാമ വളരെ സന്തോഷത്തോടെ തന്നെ ശാലിനിയോട് പറയുന്നുണ്ട്. പിന്നെ സത്യമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഈ ചടങ്ങിൽ മുഖ്യ അതിഥി എൻ്റെ കുഞ്ഞേച്ചി തന്നെയാണ്. ഒരാളും എൻ്റെ കുഞ്ഞേച്ചിയോടൊപ്പം എത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. സത്യഭാമ കുറച്ച് മുല്ലപ്പൂവുമായി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോള് തിരിഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ തന്നെ ശാലിനിക്ക് ആ പൂവ് വെച്ച് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ കുറവ് ഇതായിരുന്നു എന്ന് ഭാമ പറയുന്നു. ഇപ്പോഴാണ് എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണ് കൂടുതൽ സുന്ദരിയായത് എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് ഒരു ചുംബനവും കൊടുക്കുന്നുണ്ട് ഭാമ. വളരെ സന്തോഷത്തോടെയാണ് ശാരദാമ്മയും ശ്യാമയും ഇത് നോക്കിക്കാണുന്നത്. ശ്യാമേ, എല്ലാം ഭംഗിയായി എന്ന് ഒന്നുകൂടി ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് നിന്റെ കുഞ്ഞേച്ചിയെ ഹോളിലേക്ക് കൊണ്ടുവാ, എന്നിട്ട് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം എന്നും ഭാമ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഞാൻ എന്തൊക്കെയാ കുഞ്ഞേച്ചി കാണുന്നത്? ഇത്രയ്ക്ക് സ്നേഹം സത്യാമ്മയ്ക്ക് കുഞ്ഞേച്ചിയോടുണ്ടായിരുന്നോ എന്നൊക്കെ അതിശയത്തോട് ചോദിക്കുകയാണ് ശ്യാമ. ഇത് കേട്ട് ശാലിനി പറയുന്നു, അളന്ന് നൽകുന്ന സ്നേഹത്തിന് ഒരു അകലം പാലിക്കണം മോളെ. കാരണം ആ സ്നേഹത്തിന് തരുന്നവർക്ക് കണക്കുണ്ടാകും. കണക്ക് നമ്മൾ തിരിച്ചു വീട്ടുകയും ചെയ്യണം. അതെങ്ങനെയാണ് നൽകേണ്ടതെന്ന് തരുന്നവരാണ് തീരുമാനിക്കുന്നത്. സത്യാമ്മയുടെ ഈ സ്നേഹത്തിന് കണക്കുണ്ട്. ആ കണക്ക് അവർ സൂക്ഷിക്കുന്നുണ്ട്. ഒന്നും ഇപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ ദൈവമേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. ശരിയത് തെറ്റേത് എന്ന് പറയാനും സാധിക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്,
ഒഴുക്കിനെതിരെയല്ല നമ്മൾ നീന്തേണ്ടത്, ഒഴുക്കിനൊപ്പമാണ് നമ്മൾ നീന്തേണ്ടത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മണൽ തിട്ട കാണുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്കിപ്പോൾ ഇവർക്കൊപ്പം നീന്താമെന്നും ശാലിനി പറയുന്നു. അതേ ഉള്ളൂ മാർഗം. സുസ്മിത അതുവഴി വന്ന് കാണുമ്പോൾ ഒരു പോലീസ് ചെക്കിംഗ് ആണ് കാണുന്നത്. മേഡം, ഒരു പോലീസ് ചെക്കിംഗ് കാണുന്നുണ്ട് എന്ന് ഡ്രൈവർ പറയുമ്പോൾ വിട്ടടിച്ചോളൂ, നമ്മുടെ കൈക്ക് വണ്ടി കൈ കാണിക്കാനുള്ള പോലീസൊന്നും ആ കൂട്ടത്തിലില്ലെന്നും സുസ്മിത പറയുന്നു. എന്നാൽ ഡ്രൈവർ അവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ബുക്കും പേപ്പറും എടുത്തുകൊണ്ട് വരാൻ പോലീസ് പറയുന്നു. അങ്ങനെ ഡ്രൈവർ ബുക്കും പേപ്പറുമായി പോകുന്നു. കാറിനകത്ത് ആരാ എന്ന് ഡ്രൈവറിനോട് പോലീസ് ചോദിക്കുമ്പോൾ മേഡമാണെന്ന് ആ ഡ്രൈവർ പറയുന്നു. മേഡമാണെങ്കിലും ഇടവമാണെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ പറ, കാർ ഞങ്ങൾക്ക് പൊളിച്ചടുക്കി ഒന്ന് പരിശോധിക്കണമെന്നും പോലീസ് പറയുന്നു. ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക്, ഞങ്ങൾ അല്പം കൂടിയ ഇനമാണ് നോക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് വിടും. വല്ല കയ്യിലോ കക്ഷത്തോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്ക്, വമ്പൻ 8ന്റെ പണിയാണ് എന്നും പോലീസ് പറയുന്നു. സുസ്മിതയോട് പോലീസ് പറയുന്നു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം മേഡം, ഞങ്ങൾക്ക് ഈ കാർ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ കാര്യമെന്ന് സുസ്മിത പറയുമ്പോൾ പോലീസ് പറയുന്നു, കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ മേഡം പരിശോധിക്കാൻ സമ്മതിക്കൂ? എന്നാലും പറയണ്ടേ, ഒരു മര്യാദയുണ്ടല്ലോ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് എന്നൊക്കെ സുസ്മിത പറയുന്നു. ഓ അങ്ങനെ, എന്നാ കേട്ടോ, കുറച്ച് മയക്കുമരുന്നുമായിട്ട് ഒരു വാഹനം വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവരുന്നത് ഒരു അല്പം വീര്യം കൂടിയ സാധനമാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അതൊരു കുടുംബം കലക്കുന്ന സാധനമാണ്. അതുപോലെ കയ്യിൽ നിന്ന് പിടിച്ചാൽ ജീവിതം കോഞ്ഞാട്ടയായി പോകും. ഇതിനകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ മേഡത്തിന് ഞങ്ങൾക്കും ബുദ്ധിമുട്ടിക്കേണ്ട, ഞങ്ങൾക്ക് മേഡത്തിനെ ബുദ്ധിമുട്ടുകയും വേണ്ട. പരിശോധന കഴിയാതെ പോകാൻ പറ്റില്ല. സ്പെഷ്യൽ ഓർഡറാണ് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന്. ഇവിടെ ഒരാളെയും വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്ക് എന്ന് സുസ്മിതയോട് പോലീസ് പറയുന്നു. അങ്ങനെ സുസ്മിത ഇറങ്ങി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു സുസ്മിത. എന്നാൽ സുസ്മിതയ്ക്ക് ഒരു പണി കിട്ടി. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ശാലിനിയെ കണ്ട് വീണ്ടും വീണ്ടും ഭാമ പറയുന്നുണ്ട്, കൊള്ളാം മോളെ, സുന്ദരിയായിട്ടുണ്ട്. ശാലിനിയും കൊണ്ട് ഹോളിലേക്ക് വന്നിരിക്കുന്നു. എല്ലാവരും കാണുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. വിഷമത്തോടെ ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നു. ശാലിനി വിഷമത്തോടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വിഷ്ണുവും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് വിഷ്ണുവിന്. വിഷ്ണു വിചാരിക്കുന്നു, വന്നപ്പോൾ മുതൽ ഞാൻ ശാലിനിയെ ശ്രദ്ധിക്കുന്നതാണ്, എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട് ശാലിനിക്ക്. അതിപ്പോൾ എന്തായിരിക്കും കാരണം? എന്നോടുള്ള പരിഭവം ഇതുവരെ മാറിയിട്ടുണ്ടാവില്ലേ? അതെങ്ങനെയാണ് ഒന്ന് അറിയുന്നത് എന്നൊക്കെ വിഷ്ണു വിചാരിക്കുന്നു. ശാലിനിയുടെ അരികിലേക്ക് ഇപ്പോൾ വിഷ്ണു വന്നു. എന്താടോ എന്നോടുള്ള വിരോധം തനിക്കിതുവരെ മാറിയിട്ടില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് ആരോടും വിരോധമൊന്നുമില്ല വിഷ്ണു ഏട്ടാ. എല്ലാവരെയും സ്നേഹിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ നൽകുന്ന സ്നേഹം എനിക്ക് ആർക്കും തിരിച്ച് തരാൻ കഴിയില്ലെന്ന് മാത്രം. ശാലിനി അന്ന് വീട് മാറാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു, എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വിഷ്ണുവേട്ടൻ പറയാറ് തന്നെ. പിന്നെ എന്തിനാണ് എന്നിൽ നിന്നും ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നത് എന്ന് വിഷ്ണു പറയുന്നു. അങ്ങനെ വിഷ്ണുവേട്ടന് തോന്നുന്നുണ്ടോ എങ്കിൽ ഒരു പക്ഷേ വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അകന്നത് കൊണ്ടായിരിക്കും. എന്തൊക്കെയാണോ താൻ പറയുന്നത്? എൻ്റെ മനസ്സിൽ നിന്ന് താൻ അകലാനോ? അതിനെ ഈ ജന്മത്തിൽ എനിക്ക് കഴിയോ? എടോ ഇത് നോക്ക്, ഇന്ന് അമ്മ ഈ ആഘോഷങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് തന്നെ ഒരാളെ കണ്ടുകൊണ്ട് മാത്രമാണ്. മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം മുഴുവനും അമ്മ ഇന്ന് തന്നെ അറിയിക്കുന്ന നിമിഷവും കൂടിയാണ്, ദിവസവും കൂടിയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് തനിക്ക് മാത്രം എന്താ ഒരു സന്തോഷമില്ലാത്തത്? ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ്, തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെങ്കിലും എന്നോട് പറയേ, നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാമല്ലോ. ശാലിനി പറയുന്നു, ഒന്നുമില്ല, വിഷ്ണുവേട്ടന് തോന്നുന്നതാണെന്ന്. ശരി, ഞാനിപ്പോൾ ഇത് വിശ്വസിക്കുകയാണ് എൻ്റെ തോന്നലാണെന്ന്. പക്ഷേ ഇന്നോ ഇന്നലെയോ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയതല്ലോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇനി തൻ്റെ ഇഷ്ടം. ഈ സമയം വിഷ്ണു എന്ന് പറഞ്ഞ് ഭാമ വിഷ്ണുവിനെ വിളിക്കുന്നു. വന്നേക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോകുന്നു. ശാലിനി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അവൾ ഇപ്പോഴൊന്നും വന്ന് കയറിയേക്കരുതേ എന്ന്. അങ്ങനെ ശാലിനി ടെൻഷനോടെ നിൽക്കുമ്പോൾ ശാരദാമ്മ ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, വിഷ്ണു എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന്. സത്യമ്മ, ഈ കാണിക്കുന്ന സ്നേഹം മുഴുവനും എനിക്കും വിഷ്ണുവേട്ടന് വേണ്ടിയാണെന്നാ വിഷ്ണുവേട്ടൻ പറയുന്നത്. എന്നാൽ സത്യമ്മ ഇതുവരെ സത്യയുടെ കാര്യം പറഞ്ഞതുമില്ല. എനിക്ക് സമാധാനമാണെങ്കിൽ സത്യയുടെ കാര്യത്തിൽ സത്യമ്മ എന്ത് നിലപാടാണ് എടുക്കുന്നതെന്ന് എനിക്ക് അറിയണോ അമ്മേ എന്നൊക്കെ ശാലിനി പറയുന്നു. ഇതേസമയം സുസ്മിതയുടെ വണ്ടി മുഴുവനായി പരിശോധിക്കുകയാണ് ആ പോലീസുകാർ. എൻ്റെ ഫോൺ അതിനകത്താണ്, എനിക്ക് 1-2 പേരെ വിളിക്കാനുണ്ട് എന്ന് സുസ്മിത ആ പോലീസുകാരനോട് പറയുമ്പോൾ ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, എനിക്ക് ഒരു അത്യാവശ്യ സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ്, അത് തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. എൻ്റെ ചിറ്റപ്പൻ ഇവിടുത്തെ ACP ആയിരുന്നു. ഇത് എപ്പോൾ കഴിയുമെന്നൊക്കെ സുസ്മിത ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നു, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഇത് ഒരു നടക്കി പോകുന്ന കേസല്ല, കുറച്ച് ബുദ്ധിമുട്ടും. നിരാശയോടെ നിൽക്കുകയാണ് സുസ്മിത ഇപ്പോൾ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.